പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവേ, സഭയിലുള്ള സാന്നിധ്യം ദൃഢമാക്കണമേ. 39 വർഷം ഞാൻ അർപ്പിച്ച കുർബാനയുടെ യോഗ്യതയാൽ ഇന്ന് സഞ്ചരിക്കുന്ന എല്ലാവരെയും, ഇന്ന് ഈശോയെ ഭാരത്തൂക്കമുള്ള ഓരോ വിഷയങ്ങൾക്ക് വേണ്ടി വേദനിച്ച് നടക്കുന്നവരെ അങ്ങ് സന്ധിക്കണം. കർത്താവേ, വളർത്തുമൃഗങ്ങളും പക്ഷിമൃഗാദികളൊക്കെ ആയിട്ട് ജീവിക്കുന്നവരുണ്ട് ഈശോയെ. ചെറിയ വരുമാനക്കാർ, അവരനുഭവിക്കുന്ന സങ്കടങ്ങളെ അവർ ഏറ്റെടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, മത്സ്യത്തൊഴിലാളികളും കർഷക തൊഴിലാളികളെയും സാമ്പത്തികമായ കടങ്ങളിലൂടെ പരിഹാരമില്ലാതെ നീങ്ങുന്നവരെയും ജപ്തി നടപടി നേരിടുന്നവരെയും കണ്ണുനീരുടെ അങ്ങയുടെ ദൃശ്യം സംബന്ധിച്ച് പ്രാർത്ഥിക്കണം ഈശോയെ. കർത്താവ്, അങ്ങയെടുത്ത് മറുപടി ഉണ്ട് ഈശോയെ. അങ്ങ് വിചാരിച്ചാൽ മതി, ഒരു നിമിഷം വിചാരിച്ചാൽ മതി, അങ്ങയുടെ മക്കൾ രക്ഷപ്പെടും. എല്ലാവരും പറയണത് ഈ ഒരു ദുരന്തത്തിൽ നിന്ന് ഞാൻ രക്ഷപ്പെട്ട, ഞാൻ ദൈവത്തെ മറക്കാതെ ജീവിച്ചോളാമെന്ന് പറയുന്നവരുണ്ട് ഈശോയെ. അത് കേൾക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഭവനരഹിതരെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. കുടുംബത്തിൽ സമാധാനം ഇല്ലാത്ത സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു ഈശോയെ. പല മക്കളും ജോലി തേടി വിദേശത്തേക്ക് പോകാൻ ഉദ്യമിക്കുന്നവരുണ്ട്. അവിടെ ആശങ്കയാൽ വിസ പുതുക്കി കിട്ടാത്തവരുണ്ട്. അവരെല്ലാം സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു ഈശോയെ. വൈവാഹ തടസ്സമുള്ളവർ, കുഞ്ഞുങ്ങളില്ലാത്തവർ, ഭവനരഹിതർ, ജോലിയില്ലാത്തവർ, സാമ്പത്തിക കടങ്ങളാൽ സമാധാനമില്ലാത്ത കുടുംബങ്ങളെ ഇതെല്ലാം സന്ധിക്കാൻ വേണ്ടി യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. അമ്മേ പരിശുദ്ധമ്മേ, അമ്മേ പരിശുദ്ധമ്മേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമ്മേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7-ാം തീയതി ഉച്ച കഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമ്മേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ച പ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമ്മേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം. ഇന്നത്തെ നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. സുഖസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. ഞാൻ പണ്ട് നിങ്ങളോടൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്. അതായത് ദൈവത്തിൽ നമുക്കൊരു ഗുഡ് സർട്ടിഫിക്കറ്റ് വാങ്ങിക്കാനിടയായാലേ പിന്നെ എല്ലാ ഡീലിങ്സും ഈസിയാണ്. എനിക്ക് തോന്നിയിരിക്കുന്നത് ഏറ്റവും നല്ല സർട്ടിഫിക്കറ്റ് ദൈവത്തിൽ നിന്ന് വാങ്ങിച്ചത് മോസസാണ്. ഞാൻ എപ്പോഴും കൊതിക്കുന്ന ഒരു എക്സ്പീരിയൻസ് ലെവലാണ്. അതായത് ദൈവം മോസസിനെ കുറിച്ച് പറയുന്ന
ഭയങ്കര പോസിറ്റീവായിട്ടൊരു കമൻ്റ് ഉണ്ട്. എന്താണെന്നറിയാമോ? അതായത് പുറപ്പാട് 33:17 എടുത്തേ. കർത്താവ് മോശയോട് പറഞ്ഞു, നീ ആവശ്യപ്പെട്ട ഈ കാര്യവും ഞാൻ ചെയ്യും. നീ ആവശ്യപ്പെട്ട ഈ കാര്യവും ഞാൻ ചെയ്യും. എന്തെന്നാൽ നീ എന്റെ പ്രീതി നേടിയിരിക്കുന്നു. നീ എന്റെ പ്രീതി നേടി. നിന്നെ എനിക്ക് നന്നായി അറിയാം. നിന്നെ എനിക്ക് നന്നായി അറിയാം. ഇപ്പം ദൈവത്തിൻ്റെ പ്രീതി നേടിക്കഴിയുമ്പോൾ ഓരോരോ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ നടക്കുന്ന ഓരോരോ കാലാവസ്ഥാ ഭേദങ്ങൾ, ഞാൻ ഇടയ്ക്ക് നിങ്ങളോട് പറയാറുണ്ട് കാലാവസ്ഥാ ഭേദങ്ങൾ. ഈ കാലാവസ്ഥാ ഭേദങ്ങളിൽ നമ്മൾ കൈവരിക്കുന്ന നിലപാടുകൾ, അതെല്ലാം ചില സമയത്ത് നമ്മൾ തോറ്റുപോകും. ചിലപ്പോൾ നമ്മുടെ വിശ്വാസം തന്നെ നമ്മൾ തന്നെ ചോദ്യം ചെയ്യും. എന്നിട്ടും നമ്മൾ വിശ്വാസത്തിൽ അതിൻ്റെ റിട്ടേൺസ് ഒന്നും ഇല്ലെങ്കിലും ആ വിശ്വാസത്തിൽ തന്നെ നമ്മൾ നിലനിൽക്കും. അങ്ങനെ നിലനിന്ന ഒരാളാണ് മോസസ്. അഹറോനും പോയി, എല്ലാവരും പോയി. അപ്പോഴും മോസസ് കർത്താവിൻ്റെ വചനങ്ങൾക്ക് ചെവി കൊടുത്തും അതിനുവേണ്ടി സമൂഹത്തിൽ ഒറ്റപ്പെട്ടും അതിനുവേണ്ടി പട്ടിണി നിന്നും അതിനുവേണ്ടി ജനങ്ങളുടെ ഇടയിൽ ഒരു ഭ്രാന്തനായി ചിത്രീകരിക്കപ്പെട്ടും നന്മയ്ക്ക് വേണ്ടി ചെയ്ത കാര്യങ്ങളെല്ലാം തിന്മയായിട്ട് ഭവിക്കുമ്പോഴും വിശ്വാസത്തിൽ നിന്ന് ഇളകാതെ ഈ മനുഷ്യൻ അങ്ങനെ നിൽക്കുക. അപ്പം അങ്ങനെ കുറേ അനുഭവങ്ങളായപ്പോൾ ദൈവം അവസാനം പറയണതാണ്, എനിക്ക് നിന്നെ നന്നായി അറിയാം, അതുകൊണ്ട് നീ പറയുന്ന ഈ കാര്യവും ഞാൻ നിനക്ക് വേണ്ടി ചെയ്തു തരുമെന്ന്. എപ്പോഴും നമ്മുടെ മുമ്പിലുള്ള നിങ്ങൾ വിശ്വാസ ജീവിതത്തിൽ എപ്പോഴും വിജയം ഉണ്ടാകണമെന്ന് നിർബന്ധമില്ല. വിശ്വാസ ജീവിതത്തിൽ പലപ്പോഴും 60% ചിലപ്പോൾ പരാജയമായിരിക്കും. കാര്യം വെച്ചാൽ വിശ്വാസത്തിൽ 60% പരാജയം വരാൻ കാര്യം വിശ്വാസത്തിലൂടെ നമ്മളുടെ ചില താല്പര്യങ്ങളെ നടത്തിച്ചെടുക്കാൻ വേണ്ടി ദൈവതിരുസന്നിധിയിൽ വ്യാപരിക്കണ കാണാം. അങ്ങനെയുള്ള ഉദ്യമങ്ങളൊക്കെ ദൈവത്തിന് അഡ്രസ്സ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് അത് മിക്കവാറും പരാജയമായിരിക്കും. പിന്നെ തന്നെയല്ല, ചില കാര്യങ്ങൾ നിങ്ങൾ ചോദിക്കുന്നത് എന്താണെന്ന് നിങ്ങൾക്ക് തന്നെ അറിയില്ല എന്ന് പറഞ്ഞില്ലേ? മത്തായി 20:22. യേശു മറുപടി നൽകി, നിങ്ങൾ ചോദിക്കുന്നത് എന്താണെന്ന് നിങ്ങൾ അറിയുന്നില്ല. ഇങ്ങനെ ചില സമയത്ത് പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടാതിരിക്കാനുള്ള സാധ്യതയുണ്ട്. കാര്യം ചോദിച്ചതിൻ്റെ നമുക്ക് തരികയാണെങ്കിൽ അതിൻ്റെ റിപ്രക്കഷൻസും സൈഡ് എഫക്ട്സും പാർശ്വഫലങ്ങളും കൊണ്ട് നമ്മൾ തന്നെ വലയും. ഇപ്പം അതറിയാൻ പറ്റാതെ നമ്മൾ ചില അപ്പോഴത്തെ സാഹചര്യത്തിൻ്റെ സമ്മർദ്ദം കൊണ്ട് നമ്മൾ ചോദിച്ചു പോകും. പക്ഷേ അതായിരിക്കത്തില്ല ദൈവ പദ്ധതി നമുക്ക് ഗുണകരമായി മാറുന്നത്. ഇങ്ങനെയുള്ള വിഷയങ്ങൾ വരുമ്പോൾ എനിക്ക് തോന്നുന്നത് ചില കാര്യങ്ങൾ ദൈവത്തിൽ നിന്ന് കിട്ടുന്നില്ലെന്ന് പറയുമ്പോൾ അത് താമസിക്കുമെന്ന് പറയും. ഒരു കാരണവശാലും പ്രാർത്ഥനയ്ക്ക് മാന്യം ഉണ്ടാക്കരുത്. പല അണ്ണന്മാരും ദൈവം ചിലപ്പോൾ നമ്മുടെ കസര കളിക്ക് ചില ആൾക്കാർ ഒരു മണിയടിച്ച് കഴിയുമ്പോൾ ചിലർ ഔട്ടാകത്തില്ലേ? അതുപോലെ തന്നെയാണ് നമ്മുടെ ജീവിതത്തിൽ ഓരോ പ്രശ്നങ്ങൾ ഉണ്ടായി കഴിയുമ്പോൾ നമ്മൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്ന് ഔട്ടാകും. അതെങ്ങനെ ഔട്ടാകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ചില കാര്യങ്ങൾ ഇപ്പോൾ അഡ്മിഷൻ കിട്ടിയില്ല, അല്ലെങ്കിൽ ആ ഇൻ്റർവ്യൂ പരാജയപ്പെട്ടു, അല്ലെങ്കിൽ മാർക്ക് കുറഞ്ഞു പോയി, ഞാൻ കുറേ പ്രാർത്ഥിച്ചതാണ് എന്നിട്ട് മാർക്ക് തന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒരു 100 പേര് പ്രാർത്ഥിച്ചാൽ 100 പേർക്ക് മാർക്ക് കുറഞ്ഞു പോയെന്ന് വിചാരിച്ചോ, അതിൽ 90 പേരും ദൈവസന്നിധിയിൽ നിന്ന് പോകും. ശരിക്കും പറഞ്ഞാൽ അങ്ങനെയുള്ള ജലദോഷ പനിക്കാർ പോകാൻ വേണ്ടി തന്നെയായിരിക്കും ചിലപ്പോൾ
ഈശോ അത് പറയും. അതാണ് പ്രലോഭനങ്ങൾ ഉണ്ടാവേണ്ടതാണെന്ന് പറയുന്നില്ലേ. മത്തായി 18:7 പ്രലോഭനങ്ങൾ നിമിത്തം ലോകത്തിന് ദുരിതം. പ്രലോഭനങ്ങൾ ഉണ്ടാകേണ്ടതാണ് പ്രലോഭനങ്ങൾ ഉണ്ടാവേണ്ടതാണ് എന്നാൽ പ്രലോഭന ഹേതുവാകുന്നവന് ദുരിതം. അതന്നെ. അപ്പം പ്രലോഭനങ്ങൾ ഉണ്ടാകണത് എന്തിനാണെന്ന് അറിയാമോ? ഈ ഞാൻ ഞാൻ സംസാരിച്ചതല്ല, കസേര കളി. ഒരാൾ തിരിഞ്ഞു നിന്ന് ഇങ്ങനെ മണിയടിച്ചുകൊണ്ടിരിക്കും. അവസാനം ഒരു കസേരക്ക് 2 പേരാണ് ഓടണത്. മണിയടി നിൽക്കുമ്പോൾ ഒരാൾ കസേര കിട്ടും, ഒരാൾ പുറത്താകും. അങ്ങനെ പുറത്താകുമ്പോൾ പുറത്താകുന്ന ആൾ അവർ വിശ്വാസിയാണെങ്കിൽ ചില സമയത്ത് ആ പുറത്താകുന്നത് കൊണ്ട് ചിലപ്പോൾ ദൈവത്തിൽ നിന്ന് അകന്നു പോകും. അങ്ങനെ ഒരു വിഷയത്തിൻ്റെ പേരിൽ ദൈവത്തിൽ നിന്ന് അകന്നു പോകണവനാണെങ്കിൽ അകന്നു പോകേണ്ട തന്നെ ചെയ്യണമെന്നുള്ളതാണ് ദൈവത്തിൻ്റെ നിലപാട്. അതുകൊണ്ടാണ് പറയുന്നത് പ്രലോഭനങ്ങൾ ഉണ്ടാവേണ്ടതാണെന്ന് പറയുന്നത്. ഇങ്ങനെയുള്ള അലപരാധി വിശ്വാസികളില്ലേ, ഇവരെ ഗെറ്റ് ഔട്ട് അടിക്കാൻ, ഫിൽട്ടർ ചെയ്യാൻ നല്ല കാര്യമാണ് പ്രലോഭനങ്ങൾ എന്ന് പറയുന്നത്. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. അപ്പോഴേ മെറിറ്റ് പോയി കഴിഞ്ഞാൽ, യോഗ്യത പോയി കഴിഞ്ഞാൽ പിന്നെന്ത് ചെയ്യണം? പിന്നെ വർക്ക് ചെയ്യാൻ പോണ ബൾബ്, കത്താൻ പോണ ബൾബ് ഏതാണ്? യോഗ്യതയുടെ അല്ല, പിന്നെന്താണ്? കൃപയുടെ ബൾബാണ് കത്താൻ പോണത്. അപ്പോൾ നീ എന്ത് ചെയ്യണം? കൃപയുടെ ബൾബ് കത്താൻ പറ്റിയ സാഹചര്യങ്ങൾ നീ ഉണ്ടാക്കിയെടുക്കണം. വിശുദ്ധീകരണം, ശക്തീകരണം, ബൈബിൾ വായന, ദാനധർമ്മം, ഉടമ്പടിയുടെ എല്ലാവിധ നടപടിക്രമങ്ങളെ ശക്തിപ്പെടുത്തണം. അല്ലാതെ അവനെ വെടിച്ചു കൊല്ലാൻ വേണ്ടി തോക്ക് മേടിക്കാൻ പോവുകയല്ലേ ചെയ്യേണ്ടത്. ഉടമ്പടി നടപടിക്രമങ്ങൾക്ക് അറിയാതെ ചാനൽ ഔട്ട് ചെയ്യണം. ഒരു നാഷണൽ ഹൈവേ തന്നെ നീ വെട്ടണം കർത്താവുമായിട്ട്, അല്ല പഞ്ചായത്ത് റോഡ് പോരാ. കാര്യം ദൈവം മാത്രമേ സഞ്ചരിച്ചെത്തേണ്ട വഴികളാണിത്. ഈ ക്രിസ്റ്റി ജോസഫിന് സാക്ഷ്യം ഭയങ്കര രസം വെച്ച് കഴിഞ്ഞാൽ ഇവൻ്റെ കൈ ഒടിഞ്ഞല്ലോ. കൈ ഒടിഞ്ഞു കഴിഞ്ഞപ്പോഴും അവൻ പറയണത്, എനിക്ക് ആവശ്യത്തിന് ബുദ്ധിയും വിദ്യാഭ്യാസവും കഴിവുമൊക്കെ ഉണ്ട്, എനിക്ക് നല്ല വിശ്വാസത്തോടും കോൺഫിഡൻസ് ഉള്ള കാരണം ദൈവം എനിക്ക് വേണ്ട ഒരാളായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. അത്യാവശ്യം വിശ്വാസിയാണ്, അവിശ്വാസിയല്ല, പക്ഷെ ദൈവത്തെ അത്യാവശ്യം വേണ്ട ഒരാളായിട്ട് പേഴ്സണൽ റിലേഷൻ, അതാണ് അദ്ദേഹം പറയുന്നത്. വ്യക്തിപരമായ റിലേഷൻ എനിക്കില്ല, എനിക്ക് അങ്ങനെ ഒരു റിലേഷൻ വേണ്ടതായിട്ടേക്ക് തോന്നിയിട്ടുമില്ല. അതാണ് സംഭവം. പക്ഷേ എന്താ പ്രോബ്ലം വെച്ചാൽ നമുക്ക് ഒരു വ്യക്തിപരമായ റിലേഷൻ അല്ലാതെ ദൈവമായിട്ട് വേറൊരു റിലേഷൻ സാധ്യമല്ല. അതാണ് പ്രശ്നം. ദൈവമായിട്ടൊരു ജനറൽ റിലേഷൻ സാധ്യമല്ല. ട്രാൻസ്പോർട്ട് ബസ്, നമ്മുടെ ബസ്സെന്ന് പറയത്തില്ലേ, ഇതിൽ നമ്മൾ തന്നെ കല്ലെറിയുകയും ചെയ്യും. അങ്ങനെയുള്ള ഒരു ജനറൽ റിലേഷൻ ദൈവമായിട്ട് സാധ്യമല്ല. ദൈവമായിട്ട് റിലേഷൻ വർക്കൗട്ട് ചെയ്യേണ്ട ഒരു റിലേഷൻ പേഴ്സണൽ റിലേഷനാണ്. അതാണ് നീ എനിക്ക് പ്രിയങ്കരനാണ്, നീ ബഹുമാന്യനാണ്, പ്രിയങ്കരനാണെന്നൊക്കെ പറയണത് പേഴ്സണൽ. ഐ ഹാവ് കാവ്ഡ് യു ഔട്ട് ഇൻ മൈ പാവ്. നിന്നെ ഞാൻ എൻ്റെ 45:15 ഐസയാ. ഇതാ നിന്നെ ഞാൻ എൻ്റെ ഉള്ളംകൈയിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. അത് ഇംഗ്ലീഷ് ബൈബിളെ കുറച്ചുകൂടി മനോഹരമാണ്. ഐ ഹാവ് കാവ്ഡ് യു ഔട്ട് ഇൻ മൈ പാ. എൻ്റെ ഉള്ളം കൈയിൽ കൊത്തിവെച്ചിരിക്കുന്നു, കാർവ് ചെയ്തിരിക്കുകയാണ്. ദാറ്റ് മീൻസ് യു ആർ ദ പാർട്ട് ഓഫ് മൈ ബോഡി.
നീ എൻ്റെ ശരീരത്തിൻ്റെ ഭാഗമാണെന്ന് കൈയടിച്ച് കർത്താൻ സ്നേഹത്തിന് നന്ദി പറയുന്നു. നന്ദി പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും ഐസയ 43:15 ആൻഡ് കോൾ ഫോർ ദി. എപ്പോഴും ഞാൻ പറയും ദൈവത്തിൻ്റെ വിളി, ദർസ് ഓൺലി സിംഗിൾ ഒക്കേഷൻ. എന്താണത്? അതെന്താ പറയണത്? ദൈവത്തിൻ്റെ കോൾ ടു ഇൻറ്റിമസിയിലേക്കാണ്. ദൈവത്തിൻ്റെ ഓരോ വിളി നിന്റെ ഞെരുക്കമാകാം, രോഗമാകാം, നിൻ്റെ ജോലി തടസ്സമാകാം, താമസമാകാം, പ്രാർത്ഥനയ്ക്കുള്ള അവസരമാകാം, ഗ്യാപ്പുകളെല്ലാം യു മസ്റ്റ് ഫിൽ വിത്ത് യുവർ പ്രയർ. എല്ലാ ഗ്യാപ്പുകളും യു മസ്റ്റ് പ്രൊക്ലൈം യുവർ ഫെയ്ത്ത്. നിൻ്റെ എല്ലാ ഗ്യാപ്പുകളും, നിൻ്റെ ജീവിതത്തിൽ വരുന്ന എല്ലാ വിള്ളലുകളും വീഴ്ചകളും എല്ലാം വിശ്വാസത്താൽ ഫില്ല് ചെയ്യേണ്ടതാണ്. കൈയിടിച്ച് കിടത്ത് ആസ്വദിക്കല്ലേ. 43:4 തളരല്ലേ നെഞ്ചൊന്നു നീരിടല്ലേ, നിന്നെ കാണാം നിന്നെ കേൾക്കാം നാഥനുണ്ടിവിടെ ആരാധിച്ചിടാം. ഐസയ 43:4 നീ എനിക്ക് വിലപ്പെട്ടവനും പറഞ്ഞേ, നീ എനിക്ക് വിലപ്പെട്ടവനും ബഹുമാന്യനും പ്രിയങ്കരനും ആയതുകൊണ്ട് നിനക്ക് പകരമായി മനുഷ്യരെയും നിന്റെ ജീവന് പകരമായി ജനതകളെയും ഞാൻ നൽകുന്നു. ഭയപ്പെടേണ്ട, ഞാൻ നിന്നിലൂടെ നിന്റെ കൂടെ ഉണ്ട്. ഈ ബോധം എപ്പോഴും ഉണ്ടാകണം. ഒരു സാധനം അല്പം ലാഗ് ചെയ്ത, അല്പം ഗ്യാപ്പ് വന്നാൽ യു മസ്റ്റ് ഫിൽഡ് വിത്ത് പ്രൊക്ലൈം ദ ഫെയ്ത്ത്, യു മസ്റ്റ് ഫിൽഡ് വിത്ത് ദ പ്രേയർ. ആ സ്ഥലത്തെല്ലാം നീ പ്രാർത്ഥന കൊണ്ട് ഫില്ല് ചെയ്യണം. എന്താ കാരണം? നീ പറയണം, കർത്താവേ നിൻ്റെ സമയം, നീ എനിക്ക് കൽപ്പിച്ച് നടക്കുന്ന സമയത്തെ ഞാൻ എൻ്റെ പ്രത്യാശ കൊണ്ട് വിശുദ്ധീകരിക്കുന്നു എന്ന് പറഞ്ഞ്, കർത്താവേ നീ എനിക്ക് കൽപ്പിച്ചു നൽകുന്ന സമയത്തെ ഞാൻ എൻ്റെ വിശ്വാസം പ്രഖ്യാപിച്ചുകൊണ്ട് വിശുദ്ധീകരിക്കുന്നു. ദൈവപൈതലെ, എനിക്കും നിനക്കും ദൈവത്തിനും ഇടയിൽ ചെയ്യാവുന്ന ഒരേ ഒരു കാര്യം എന്താണ്? വിശുദ്ധീകരണമാണ്. വിശുദ്ധീകരണം എന്ന് പറയുന്നത് പാപം ചെയ്യാതിരിക്കുന്ന അവസ്ഥയല്ല. നിൻ്റെ സാഹചര്യങ്ങളെ ദൈവത്തിന് വിശ്വാസം കൊണ്ട് ഏൽപ്പിക്കലാണ്. വിശുദ്ധി എന്ന് പറയുന്നത് പാപം ചെയ്യാതിരിക്കുന്ന അവസ്ഥ മാത്രമല്ല, പുണ്യം ചെയ്യുന്ന അവസ്ഥ മാത്രമല്ല, മറിച്ച് നിൻ്റെ സാഹചര്യങ്ങളുടെ, നിൻ്റെ ആശങ്കകളെ എല്ലാം ആത്മാഭിഷേകത്തിലെ ദൈവത്തിൻ്റെ നാമത്തിലെ അതിനു വേണ്ടി വിശ്വാസം പ്രഖ്യാപിച്ച് കാത്തിരിക്കുന്നതും നിന്റെ വിശുദ്ധീകരണത്തിൻ്റെ നടപടിക്രമത്തിൻ്റെ ഭാഗമാണ്. കൈയിടിച്ച് കിടത്താൻ വിഷയങ്ങൾ നടക്കുന്നതുവരെ നോക്കി പറക്കാനുള്ള വലിയ ആത്മാഭിഷേകം ഞങ്ങൾക്ക്
ജോസഫിൻ്റെത് ഒരു ഫോർമേഷനാണ് അവിടെ നടക്കുന്നത്. അതായത് പൂർണ്ണമായി ദൈവത്തിൽ നമ്മൾ ആശ്രയിക്കും വരെ ഈ ഫോർമേഷൻ നടന്നുകൊണ്ടേയിരിക്കും. പിന്നെ അവൻ്റെ തന്നെ കുഞ്ഞിനെ കഴിഞ്ഞ 2-3 ആഴ്ചയ്ക്കും മുമ്പ് എനിക്ക് വിളിച്ചു പറഞ്ഞു, എന്തുണ്ടായാലും എന്നോട് വിളിച്ചു പറയും, ആൻറ്റി പ്രാർത്ഥിക്കണം. അപ്പോൾ ഞാൻ പറഞ്ഞു എന്തു പറ്റി? കുഞ്ഞ് അനങ്ങുന്നില്ല, ഭക്ഷണം കഴിക്കുന്നില്ല. ഡോക്ടറിനെ കാണിച്ച്, മിലിറ്ററിയിലാണ്, ഡോക്ടറിനെ കാണിച്ച് 2 ആഴ്ചയായി മരുന്ന് കൊടുക്കണം. പക്ഷേ കൊച്ചിന് ലൂസ് മോഷനായിട്ട് അവനൊന്നും കഴിക്കുന്നില്ല, തളർന്ന് കിടക്കണം, മിണ്ടുന്നുമില്ല. ഇപ്പോൾ ഡോക്ടർ പറഞ്ഞ് ഇനി മരുന്ന് കൊടുത്തിട്ട് ആവശ്യമില്ല, എന്നൊരു കാര്യം ചെയ്യും, ഞാൻ അഡ്മിറ്റ് ആക്കണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു മോനെ, അമ്മയെ വിട്ടുള്ള കളി വേണ്ട, മോനൊരു കാര്യം ചെയ്ത്, അവൻ ഇപ്പം എവിടെയാണ്? അപ്പോൾ കൊച്ചു ഞാൻ നോക്കിയപ്പോൾ വീഡിയോ കോൾ ചെയ്തപ്പോൾ ഇങ്ങനെ ഒന്നും അനങ്ങാതെ അവൻ കിടക്കുകയാണ്. ഞാൻ പറഞ്ഞു മോനൊരു കാര്യം ചെയ്യും, ഞാൻ അമ്മയുടെ ഉടമ്പടി തൈലം ഞാൻ എൻ്റെ വയറ്റത്തും നെറ്റിയിലും പുരട്ടി ഞാൻ പ്രാർത്ഥിക്കും. മോൻ അവിടെ അവൻ്റെ കൈ എവിടെയാണ് അവന് അസുഖം, വയറും എല്ലാം, മോൻ്റെ കൈ വെക്കാൻ പറഞ്ഞു, അവനോടും വൈഫിനോടും പറഞ്ഞു. അപ്പോൾ അവൻ പറഞ്ഞു ഞാൻ വെച്ചേക്കാം ആൻറ്റി എന്നും പറഞ്ഞുകൊണ്ട് കൊച്ചിനെ കിടത്തിക്കൊണ്ട് ഞാൻ പറഞ്ഞ് ശരി, ഞാനന്ന് ഉടമ്പടി തൈലം പുരട്ടാൻ വീണ്, മോൻ വിശ്വാസപ്രമാണം ചൊല്ലിക്കൊള്ളാൻ പറഞ്ഞു. അവനെ കിടത്തിക്കൊണ്ട് വിശ്വാസപ്രമാണം ചൊല്ലി ഞാൻ കൊച്ചിന് മൊബൈലിലൂടെ ജോസഫച്ചൻ പറഞ്ഞത് എനിക്ക് ഒത്തിരി ഓർമ്മയുണ്ട്. എല്ലാ ധ്യാനത്തിലും മിക്ക ധ്യാനങ്ങളിലും ജോസഫച്ചൻ പറയാനുള്ള ഒറ്റ വാക്കാണ്, ഉടമ്പടി തൈലം പുരട്ടിയിട്ട് അവരുടെ കൈ വെച്ച് ഞാൻ എൻ്റെ വയറ്റത്ത് ഉടമ്പടി തൈലം പുരട്ടി നെറ്റിയിലും പുരട്ടിക്കൊണ്ട് അവരോട് വിശ്വാസ പ്രമാണം ചെല്ലാൻ പറഞ്ഞ് ഞാൻ ജോസഫച്ചൻ പറഞ്ഞു തന്ന പ്രാർത്ഥനകൾ ഉരുവിട്ട് പ്രാർത്ഥിച്ച് ഞാൻ പറഞ്ഞു മോനെ ഒരു കുഴപ്പവും ഉണ്ടാവില്ല കേട്ടോ, അവൻ വൈകുന്നേരത്തേക്കുള്ളിൽ അമ്മ മാതാവ് അവനെ സുഖപ്പെടുത്തിക്കോളും. വൈകുന്നേരം ഒരു 6 മണിയായപ്പോഴേക്കും വീണ്ടും ഫോൺ பண்ணி അമ്മേ ആൻറ്റി അവനെ എണീറ്റ് അവൻ നടന്നു തുടങ്ങി, അവന് ഒരു കുഴപ്പമില്ല, ഉഷാറായിട്ടോ. അപ്പം ഞാൻ പറഞ്ഞു ഭക്ഷണം കഴിക്കുന്നില്ല, എന്നാലും ഞാൻ പറഞ്ഞു അവൻ രാത്രിക്ക് മുമ്പ് അവൻ ഭക്ഷണം കഴിച്ചിരിക്കുമെന്ന് പറഞ്ഞു. ഭക്ഷണം കഴിക്കാനായിട്ട് അവൻ ഇത്തിരിച്ച വെള്ളം കുടിച്ചിരുന്ന കൊച്ച് ഭക്ഷണം മുഴുവനും കഴിച്ചു. അപ്പോൾ ഡോക്ടർ ചോദിച്ചെന്ന് ഇപ്പം സുഖം പ്രാപിച്ചല്ലോ, ഇപ്പം എന്തു പറ്റി, അവന് ഒരു അസുഖവും ഇല്ലല്ലോ എന്ന് പറഞ്ഞ്. അങ്ങനെ രണ്ടാമത്തെ ഇതും അമ്മമാതാവിൻ്റെ തൈലവും പുരട്ടിയിട്ടുള്ള മഹാ അത്ഭുതമാണ്. അപ്പം ഞാൻ അവനോട് ഒരു ബൈബിൾ വാക്യം വന്ന് ജ്ഞാനത്തിൻ്റെ പുസ്തകം 16:12 മരുന്നോ ലേപന ഔഷധമോ മറ്റൊന്നുമല്ല അവരെ സുഖപ്പെടുത്തിയത് അങ്ങയുടെ വചനമാണ് യേശുവേ. എന്നിട്ട് ഞാൻ ഈ ബൈബിൾ എടുത്ത് എപ്പോഴും അവരോട് പ്രാർത്ഥിക്കാനും പറയും, ഞാനും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. ഞാൻ എനിക്ക് വേണ്ടി ഒരിക്കലും പ്രാർത്ഥിക്കാറില്ല, എൻ്റെ കുടുംബത്തിന് വേണ്ടി അധികം പ്രാർത്ഥിക്കാറില്ല. ഞാൻ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് തീർച്ചയായും അമ്മ മാതാവ് എനിക്ക് നടത്തി തരാനുണ്ട്. പിന്നെ ഇവൻ തന്നെ ഈ കുഞ്ഞിൻ്റെ അപ്പം തന്നെ മിലിറ്ററിയിലേക്ക് കഴിഞ്ഞ മാസം ഒരു ഭയങ്കര ഇതുണ്ടായിരുന്നു. അവൻ്റെ ഭാര്യയും മിലിറ്ററിയിലാണ്. ഭാര്യനെയും ഈ ഫാമിലിയിലെ പിരിച്ചു വിട്ടെന്ന് പറഞ്ഞാൽ ഭാര്യനെ ഡൽഹിയിലേക്ക് ഇങ്ങനെ 6 മാസത്തേക്ക് പറഞ്ഞു വിട്ടു. കുഞ്ഞുങ്ങളാണെങ്കിൽ ഒന്നിന് 6 വയസ്സ്, ഒന്നിന് 3 വയസ്സേ ഉള്ളൂ. അപ്പം ഇവനും ഉണ്ട്. അപ്പം ജിജനയെ വൈഫിനെ ഡൽഹിയിലോട്ട് വിട്ടപ്പോൾ അവൻ പറഞ്ഞു സാറേ വൈഫിനെ ഒറ്റയ്ക്ക് വിടല്ലേ, ഞാൻ കൊണ്ടാക്കി തരാം. അപ്പോൾ പറഞ്ഞു ഇല്ല നീ പോകാൻ പറ്റൂല, വൈഫ് ഒറ്റയ്ക്ക് തന്നെ പോകണമെന്ന് പറഞ്ഞു. എവിടെ നിന്ന്? ആന്ധ്രയിൽ നിന്നും. അപ്പോൾ അവൻ പറഞ്ഞു സാറേ അവളെ ഒറ്റയ്ക്ക് വിടല്ലേ, അവളൊരു പെണ്ണല്ലേ, ഒറ്റയ്ക്ക് വിടല്ലേ. ഇല്ല ഒറ്റയ്ക്ക് തന്നെ പോകണം. അന്ന് വെച്ച് കാര്യം ചെയ്യും, എന്നെ വിടണ്ട സാറ്, വേറെ ഏതെങ്കിലും സ്റ്റാഫിനെ കൂട്ടി വിടാൻ പറഞ്ഞു. അപ്പോൾ പറഞ്ഞു ഇല്ല സ്റ്റാഫിനെ കൂട്ടി വിടില്ല, അവളെ ഒറ്റയ്ക്ക് പോകണമെന്ന് പറഞ്ഞു. അങ്ങനെ ഇവൻ എന്ത് ചെയ്യുന്നു വെച്ചാൽ പിന്നെ അവൻ്റെ വൈഫല്ലേ, എന്ത് വന്നാലും അവർ സഹിക്കണമല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് വൈഫിൻ്റെ അമ്മയെ കൂട്ടി കൊച്ചിനെ കോഴിക്കോട് വിട്ട്. എന്നിട്ട് ഇവൻ വൈഫിനെ കൊണ്ടുപോയി ഡൽഹിയിലേക്ക് വിടാനായിട്ട് ഇവൻ അവിടെ നിന്ന് പറയാതെ തന്നെ എടുത്തു പോയി. അവൻ അവിടെ പോയിട്ട് അവളെ കൊണ്ടുവന്ന് അവിടെ ആക്കി, അവൾക്ക് കിട്ടിയ സ്ഥലവും 6 മാസം ജോലി ചെയ്യാൻ കിട്ടുന്നതിലും ഇതാണ് രാഷ്ട്രീയ അവിടെയുള്ള ഒരു ഡ്യൂട്ടിയിലായിരുന്നു. അപ്പോൾ അവനവിടെ ആക്കി 1 മാസം. ഇനി ഞാൻ 1 മാസത്തേക്ക് പോകുന്നില്ല എന്നും പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന്. അപ്പോൾ അവനറിയാം ഇനി വരുമ്പോൾ എനിക്ക് നല്ല ശിക്ഷ കിട്ടുമെന്ന് അവന് പൂർണ്ണമായിട്ട് അറിയാം. എന്താണെന്ന് വെച്ചാൽ ഈ മിലിറ്ററിയിൽ എന്തെങ്കിലും കുറ്റം ചെയ്താൽ അവർക്ക് 28 ദിവസം മിലിറ്ററിയിലെ ജയിലിൽ കിടക്കണം. അങ്ങനെ അവൻ പറഞ്ഞു ആൻറ്റി. അപ്പം ഞാൻ പറഞ്ഞു മോനെ ഒരു കുഴപ്പമില്ല, നീ 1 മാസം ആയില്ലേ, നീ തിരിച്ചു പോയിക്കോ ആന്ധ്രയിലേക്ക്.
ആൻറ്റി എനിക്ക് തീർച്ചയായിട്ടും ശിക്ഷ ലഭിച്ചിരിക്കും. ഞാൻ പറഞ്ഞു കിട്ടട്ടെ, നീ മാതാവിനെ വിളിക്ക്. അവന് ഞാൻ കാശുരൂപം, ചെറിയ കാശുരൂപം ഇവിടെ നിന്ന് മേടിച്ച് വെഞ്ചരിച്ചത് കൊടുത്തിട്ടുണ്ട്, ഉപ്പ് കൊടുത്തിട്ടുണ്ട്, വേറെ തൈലം ഒന്നും ഞാൻ കയ്യിൽ കൊടുക്കില്ല. അപ്പം ഞാൻ പറഞ്ഞു മോനെ ഒരു കാര്യം ചെയ്യ്, അവിടെ ചെന്ന് അവർ പറയണതനുസരിച്ച് നിൽക്ക്, എല്ലാത്തിലും അമ്മ മാതാവ് ഇടപെട്ടോളും. നീ പോകുന്നതിന് മുമ്പ് അമ്മ മാതാവ് ചെല്ലും. പൂർണ്ണ വിശ്വാസമാണ് എനിക്ക്, മോന് വിശ്വാസമാണ്, എനിക്ക് വിശ്വാസമാണ് ആൻറ്റി. അവൻ നല്ല ധൈര്യത്തോടുകൂടി അമ്മ മാതാവിൻ്റെ ഞാൻ പറഞ്ഞു ഒരു വിശ്വാസ പ്രമാണവും 7 സ്വർഗസ്നായും 7 നന്മറിയും ഉരുവിട്ട് മോൻ പ്രാർത്ഥിച്ചുകൊണ്ട് മോൻ്റെ ജോലി സ്ഥലത്തേക്ക് കയറിക്കൊള്ളാൻ പറഞ്ഞു. അങ്ങനെ പോകാൻ ഉദ്ദേശിച്ചിരുന്നപ്പോൾ അവിടെ നിന്ന് ഫോൺ കോൾ വരുന്നു, രാജു വേഗം വരണമെന്ന് പറഞ്ഞു. അങ്ങനെ അവിടെ ചെന്നപ്പോൾ അവർ പറഞ്ഞു നീ ഛത്തീസ്ഗഡിലേക്ക് പോകണമെന്ന് പറഞ്ഞു.